ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഡൽഹിയിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ട്രാവലാണ്. നമ്മുടെ ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ എന്തായാലും തന്നെയാണ് വന്നേണേ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലേ എന്നും കൂടി വിചാരമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ആൻറ്റിയും കൂടി, ആൻറ്റിയാണ് പറഞ്ഞത് ആൻറ്റിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അതായത് നമ്മുടെ അവിടുത്തെ കോട്ടക്കൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം, എന്താ ആൻറ്റിക്ക് ടാബ്ലറ്റ് വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നത്. അവിടെ കുറച്ച് നേരം എടുത്തുള്ളൂ. ആൻറ്റി ഇതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മെട്രോയിലേക്കാണ് പോയത്. ആൻറ്റിയുടെ 2 മെട്രോ കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും അത് യൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ പോയി. ഇവിടുത്തെ മെട്രോയിലുണ്ടല്ലോ ഈ ഡോർ സേഫ്റ്റി സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം മെട്രോയുടെ പിള്ളേരൊക്കെ നിൽക്കുമ്പോഴായാലും ഓടി ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്ന പരിപാടികൾ അങ്ങനെയൊന്നും ഇല്ല. നല്ല ചില്ലിൻ്റെ ഇങ്ങനെ ഡോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോ വരുമ്പോൾ മെട്രോ തൊട്ട് ഇതിലൂടെ അരുത്തൂടെയാണ് അത് പോകുന്നത്. അപ്പോൾ മെട്രോൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെയാണ് ഈ ഡോറും തുറക്കുന്നത്. അത് ഇത്തിരി നല്ലൊരു സംഭവം പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം അപകടങ്ങളൊക്കെ വരാൻ ഭയങ്കര ചാൻസ് കുറവാണ്. ആരും ഓടി അങ്ങനെ ഇറങ്ങില്ലല്ലോ ഈ ഡോർ തുറക്കാണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ INA-യിലെത്തി. എനിക്ക് കുറച്ച് ലിക്വിഡ്സ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനാണ് വന്നത്. അതായത് ഫേസ് വാഷ്, ബോഡി വാഷ് അങ്ങനത്തെ ഒക്കെ. കാരണം എനിക്ക് 7 kg ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം തന്നെ ലഗേജൊന്നും വേറെ ചെക്കിൻ ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കൂടി 7 kg ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സും പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് തിരിച്ച് ഷെയർ ഓട്ടോ കിട്ടും. അപ്പോൾ ഷെയർ ഓട്ടോയിൽ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെ കുറേ ഷെയർ ഓട്ടോകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴി കൂടെ വരുമ്പോൾ കാണുന്ന ആൾക്കാരാണ് കേട്ടോ ഇത്. പശുക്കൾ എല്ലാ റോഡിലും ഉണ്ടാവും കേട്ടോ. മെയിൻ റോഡിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അല്ലാതെയുള്ള ചെറിയ ചെറിയ റോഡുകളിലൊക്കെ ഒരു പശുവെങ്കിലും ഇല്ലാത്തൊരു അങ്ങനത്തെ റോഡുകളില്ല എന്ന് വേണം പറയാൻ.